ഹലോ ഗായ്സ്, 9th നവംബർ 2020 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്കിന്നത്തെ എൻ്റെ എല്ലാ ന്യൂസ് പേപ്പറിൻ്റെ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത്ത് പ്രകാശിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് അഭിജിത്ത് പ്രകാശ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ അതേ ലോഗോയുള്ള ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 350 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ടെലഗ്രാം ചാനലാണ്. മാത്രമല്ല അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഏതൊക്കെ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വായിക്കുന്നതെന്നുള്ളതും ആ ഒരു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാം ചാനലിൽ കൂടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഇന്നത്തെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ന്യൂസ് പേപ്പറിൻ്റെ ഓവർവ്യൂ നമുക്ക് നോക്കാം. ഫസ്റ്റ് പേജിൽ ഇന്നൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ന്യൂസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് വേണ്ട. നമുക്ക് പിന്നെ അറിയാം റീജിയണൽ ന്യൂസസ് ഒന്നും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോകാം, എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് പോകാം. എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്ന് ഫുള്ള് US എലക്ഷൻസ്. ബൈഡൻ ജയിച്ചു കഴിഞ്ഞു. നമുക്കറിയാം US പ്രസിഡൻറ്റിന് ബൈഡൻ തന്നെ ആവും. ഇലക്ട്രൽ കോളേജ് വോട്ട് ഇനിയേ നടക്കത്തുള്ളൂ. റിസൾട്ടൊക്കെ വരാൻ നല്ല താമസിക്കും കേട്ടോ. ഒഫീഷ്യലായിട്ട് റിസൾട്ട് വരെ ഏകദേശം ജനുവരി 6 വരെയൊക്കെ എടുക്കുമെങ്കിലും നമുക്കറിയാം ബൈഡൻ തന്നെ ജയിച്ച് നമുക്ക് ഉറപ്പായി. ഇലക്ട്രൽ വോട്ടിൽ മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞു അദ്ദേഹത്തിന്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ US എലക്ഷൻ ബൈഡൻ ജയിച്ചു കഴിയുമ്പോൾ എന്തോന്നാണ് എന്നൊക്കെ ഉള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് 7th നവംബർ 2020 ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ട് എല്ലാ വശങ്ങളും. ഇനി കൂടുതലായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നമ്മൾ ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ബാക്കി US കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണമെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോഴേ ഈ ആർട്ടിക്കിൾ അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ആർട്ടിക്കിളും നമുക്ക് ആവശ്യമില്ല. അടുത്ത് ഇവിടെ ഒരു ആർട്ടിക്കിളിൽ വിർച്വൽ ഗ്ലോബൽ ഇൻവെസ്റ്റർ സമ്മിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതി തന്നെ നോക്കാം, ആ ഒരു നോട്ട്. ഓക്കെ, പിന്നെ താഴോട്ട് പോകുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട്, കാർബൺ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, COVID-19 ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോട്ട് എഴുതി തന്നെ നോക്കാം. ഓക്കെ, അടുത്ത് ഇവിടെ താഴെ ഇന്ത്യ മാൽദീവ്സ് റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നമുക്ക് നോട്ട് എഴുതി നോക്കാവുന്ന ന്യൂസാണ്. ഇത്ര തന്നെയാണ് ഇന്നത്തെ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസസ് എന്ന് പറയുന്നത്. താഴെ ന്യൂസ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസും വരുന്നില്ല. ഓക്കെ, ഫുള്ള് US എലക്ഷൻസിൻ്റെ കാര്യങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ 7th നവംബറിൽ നോക്കിയിട്ടുണ്ട്. നിങ്ങളത് ആ ഒരു ആർട്ടിക്കിൾ മാത്രം കണ്ടിരുന്നാൽ മതി. എല്ലാ ആസ്പെക്റ്റും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഷോക്കേസ് പേജ് ഒന്നും എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ വേൾഡ് പേജ് വരുന്നുണ്ട്. വേൾഡ് പേജിൽ ആകെ വരുന്ന ഒരു മ്യാൻമാറിൻ്റെ എലക്ഷൻ വരുന്നു എന്നുള്ള കാര്യം കുറച്ച് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് മ്യാൻമാറിൻ്റെ എലക്ഷൻ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്തതന്നേ ഉള്ളൂ. ഇവിടെ ആയിരിക്കും മ്യാൻമാർ വരുന്നത്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ നെയ്ബറാണ്. ഇന്ത്യ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു നേഷനാണ് മ്യാൻമാർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏത് സൈഡായിരിക്കും? നോർത്ത് ഈസ്റ്റേൺ സൈഡിലായിട്ട് അല്ലെങ്കിൽ ഈസ്റ്റേൺ സൈഡിലായിട്ട് നമുക്ക് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു നേഷനാണ് മ്യാൻമാർ എന്ന് പറയുന്നത്. അതൊന്ന് നോക്കിയിരിക്കുക മാപ്പിൽ. ഓക്കെ, അപ്പോൾ അത്രയും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തതെന്നുള്ളൂ. പിന്നെ അഥവാ നിങ്ങൾക്ക് ഇന്ത്യ മ്യാൻമാർ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ 28 ഒക്ടോബർ 2020 അനാലിസിസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യ മ്യാൻമാർ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പോൾ ഇന്ന് നമുക്കറിയാം ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചത്തെ പ്രത്യേകത ബിസിനസ് ന്യൂസ് കാണത്തില്ല. അതിന് പകരം ഒരു സെക്ഷൻ മണി വൈസ് എന്ന് പറഞ്ഞ സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ സ്പോർട്സ് പേജും അങ്ങനെ തന്നെ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ സെക്ഷനിലുള്ള ഈ ന്യൂസാണ്. വിർച്വൽ ഗ്ലോബൽ ഇൻവെസ്റ്റർ സമ്മിറ്റിനെ കുറിച്ച് പറയുന്നതാണ്. അതിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയാണ്. നമുക്ക് അത് ബ്രീഫായിട്ട് എന്താണ് വിർച്വൽ ഗ്ലോബൽ സമ്മിറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് 3ൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ന്യൂസാണ്. വിർച്വൽ ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുമ്പോൾ അത് നടക്കുന്നതാണ് ഈ വർഷം വിർച്വലിയാണ് നടന്നത്. ബേസിക്കലി നടക്കുന്ന ഈ ഡയലോഗ് നടക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഇൻവെസ്റ്റേഴ്സാണ്. ഇഷ്ടംപോലെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ്, മറ്റ് രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ ബിസിനസ് ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും. ഇന്ത്യയിൽ തന്നെ ബിസിനസ് ലീഡർമാർ, അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ഇഷ്ടംപോലെ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർ, ഇതേപോലത്തെ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു വിർച്വൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ഇൻ്റർനെറ്റ് വഴിയുള്ള ഒരു ഡയലോഗാണ്, വീഡിയോ കോൾ വഴിയുള്ള ഒരു ഡയലോഗ് കോൺഫറൻസാണ് ഗ്ലോബൽ ഇൻവെസ്റ്റർ റൗണ്ട് ടേബിൾ സമ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്യുന്ന ഫിനാൻസ് മിനിസ്ട്രിയും പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഏജൻസി ആയിട്ടാണ് നമ്മൾ ഇത് ഒരു ഓർഗനൈസേഷൻ നടത്തുന്നത്, ഒരു വിർച്വൽ ഗ്ലോബൽ ഇൻവെസ്റ്റർ ഈ റൗണ്ട് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, അതിനെക്കുറിച്ച് ജനറലായിട്ട് അറിയാനുള്ള. അടുത്ത് ഈ വർഷത്തെ പ്രത്യേകത, ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ് ഈ ഒരു സമ്മിറ്റ്. അപ്പോൾ ഈ വർഷത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇന്ത്യ ഒരു $5 ട്രില്യൺ എക്കണോമി, $5 ട്രില്യൺ എക്കണോമി 2024-25 വരെ ആ ഒരു കാലയളവിനുള്ളിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ. അതിൽ ബേസിക്കായിട്ട് പറയുന്ന 2-3 കാര്യം. ഒന്ന്, ആത്മനിർഭർ വിഷൻ, അതായത് ഇന്ത്യയുടെ കമ്പനികളെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന്, ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ കൊണ്ടുവന്ന് ഡൊമസ്റ്റിക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാർക്കറ്റിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഗ്ലോബൽ ഹബ്ബാക്കി അവിടെ ഇന്ത്യൻ പ്രോഡക്റ്റിന് വില കൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഉള്ള ആത്മനിർഭർ വിഷൻ ഒന്ന്. രണ്ടാമത്തെ ESG സ്കോർ എന്ന് പറയുന്നത്, ESG സ്കോർ എന്ന് പറഞ്ഞാൽ എൻവിറോൺമെൻറ്റൽ, സോഷ്യൽ ആൻഡ് ഗവർണൻസ് സ്കോർ. എൻവിറോൺമെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സോഷ്യലി ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള പിന്നെ നല്ല രീതിയിലുള്ള ഗവർണൻസ് നടത്തിക്കൊണ്ടുള്ള സ്കോർ ഉയർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു $5 ട്രില്യൺ എക്കണോമി ആക്കി എടുക്കുക. അതുപോലെ തന്നെ വേറൊരു എന്താ പറയുക വിഷനറി പ്രോജക്റ്റാണ് ഇന്ത്യൻ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക് ആയിട്ടുള്ള നമുക്കുള്ള ആവശ്യങ്ങൾ, ഓക്കെ, ഇപ്പോൾ റോഡായാലും റെയിൽവേസ് ആയാലും എനർജിയുടെ കാര്യത്തിലായാലും ബേസിക്കായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരിക. ഏകദേശം $1.5 ട്രില്യൺ അതിന് വേണ്ടി ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി. അപ്പോഴങ്ങനെ എനർജി, റെയിൽവേ, റോഡൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ അടിസ്ഥാനപരമായ ആവശ്യമുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അങ്ങനെ ഒരു പ്രോജക്റ്റ്. ആ 3 കാര്യങ്ങളാണ് ബേസിക്കലി ഇവർ സബ്മിറ്റിൽ മെയിൻ ഡിസ്കഷന് വന്ന കാര്യം. ഇതുവരെ ഗവൺമെൻറ് അതിനെടുത്തിട്ടുള്ള എന്തൊക്കെ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ $5 ട്രില്യൺ എക്കണോമി ആവാൻ വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് GST കൊണ്ടുവന്നത്, ഓക്കെ, ഒന്നാമത്തെ കാര്യം. അതായത് ആവശ്യമില്ലാത്ത ടാക്സുകൾ കളഞ്ഞിട്ട് ആവശ്യമുള്ള ടാക്സുകൾ മാത്രം ഉയർത്തിക്കൊണ്ടുവന്ന് പൈസ കൂട്ടാനും അങ്ങനെ മറ്റേ ബിസിനസ്മെൻ ഇതിപ്പോൾ ഫുള്ള് ബിസിനസ്മെൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ കണക്കെടുത്ത് ബിസിനസ് ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, എന്താണ്, എൻവിറോൺമെൻറ്റിയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് നടത്തുക. ഇപ്പോൾ GST വരുമ്പോൾ എന്ത് ചെയ്യും, GST വന്നപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ടാക്സ് പോയി കഴിഞ്ഞു. അപ്പോഴെന്ത് ചെയ്യും, ബിസിനസ്മാൻകാർക്ക് ആവശ്യമില്ലാതെ ടാക്സ് അടയ്ക്കേണ്ട കുറഞ്ഞു. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ആ പൈസ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് GSTയിലുള്ളത്. പിന്നെ ലോ കോർപ്പറേറ്റ് ടാക്സ്, അതായത് കോർപ്പറേറ്റുകൾക്ക് നമുക്കറിയാം, ഞാൻ ഇടയ്ക്കുള്ള വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടാക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് സർചാർജ് എന്നും സെസ് എന്നൊക്കെ പറഞ്ഞാണ്. അതായത് ടാക്സ് ഓൺ ടാക്സ്, അതായത് പണം കൂടുന്ന ആൾക്കാർക്ക്, പൈസ കൂടിയ ആൾക്കാർക്ക് ടാക്സ് കൂടുതലായിരിക്കും ഒബ്വിയസ്ലി. അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ്സുകാർക്കുള്ള ആൾക്കാർക്കാണ് ടാക്സ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കോർപ്പറേറ്റ് ടാക്സുകളൊക്കെ കുറച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ബിസിനസ് മാൻഡേയിൽ കൂടുതൽ പൈസ ഇട്ട് അവരത് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു $5 ട്രില്യൺ എക്കണോമി ഇന്ത്യക്ക് ആവാൻ പറ്റും. രണ്ടാമത്തെ, അടുത്ത് ഫേസ്ലെസ് ഇൻകം ടാക്സ് അസസ്മെൻറ്റ്. ഇങ്ങനെ ചെയ്യുന്നത് തന്നെ കള്ളങ്ങൾ കാണിക്കുക. ഇൻകം ടാക്സ് അടയ്ക്കുന്ന സമയത്ത് കള്ളങ്ങൾ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ ഈ ഇൻകം ടാക്സ് ഓഫീസർക്ക് കുറേ പൈസയൊക്കെ കൊടുത്ത് അവർ റെഡിയാക്കി വയ്ക്കും. അപ്പോൾ അവിടെ കറപ്ഷൻ നടക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇൻകം ടാക്സിൻ്റെ ഫേസ്ലെസ് അസസ്മെൻറ്റ്, അതായത് ഡിജിറ്റൽ അസസ്മെൻറ്റ്, കമ്പ്യൂട്ടർ തീരുമാനിക്കും ആരൊക്കെയാണ് തെറ്റുകാരെന്ന്. അപ്പോൾ കുഴപ്പമില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, കറപ്ഷൻ അവിടെ കുറയും. ഓക്കെ, ഫേസ്ലെസ് ആയിട്ടുള്ള ഇൻകം ടാക്സ് അസസ്മെൻറ്റ് കൊണ്ടുവന്നു ഗവൺമെൻറ്. അതുപോലെ തന്നെ പുതിയ ലേബർ ലാസ് കൊണ്ടുവന്നു. ലേബറിന് മൈഗ്രൻ്റ് ലേബർ ആയാലും സ്കിൽഡ് ലേബർ ആയാലും സ്കില്ലില്ലാത്ത ലേബേഴ്സ് ആയാലും ഓർഗനൈസ്ഡ് സെക്ടറിലാണ് ബേസിക്കലി സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കില്ലില്ലാത്ത ഈ കയ്യാൾ പണി ചെയ്യുന്ന അങ്ങനെയുള്ള ലേബേഴ്സ് ആയാലും അങ്ങനെ അവർക്ക് വേണ്ടി കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു, ലേബർ ലോസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ പബ്ലിക് ലിങ്ക്ഡ് ഇനിഷ്യേറ്റീവ് PLI എന്ന് കൊണ്ടുവന്നു. അതായത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇൻ്റർനാഷണൽ കമ്പനികൾ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ലാഭങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് PLI സ്കീംസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ IBC, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയും. IBC, ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനി കടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ അവർ ആ കടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ കടം തിരിച്ചയക്കാനുള്ള ഒരു പ്രൊസീജിയർ കോർട്ട് വഴി നടക്കും. അതാണ് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ അത് ഏകദേശം 2-3 വർഷം നീണ്ടു വന്നു, ബിസിനസ്സും തകരും, അവസാനം അയാൾക്ക് പിന്നെ ഒന്നും ഇല്ലാതാവും. അത് നിങ്ങൾക്ക് ഏകദേശം 6 മാസം കൊണ്ട് തന്നെ അവർ കേസ് സോൾവ് ചെയ്യാനുള്ള പുതിയ മെക്കാനിസംസ് IBC അല്ലെങ്കിൽ ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് കൊണ്ടുവന്നു. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കടമൊക്കെ തീരാനുള്ള മെക്കാനിസം കൊണ്ടുവന്നാൽ ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാൾക്ക് പിന്നെയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഇന്ത്യ ഡെവലപ്പ് ചെയ്യാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആയതുകൊണ്ട് ബിസിനസ്മാനിന് ഭയങ്കര എളുപ്പമായി പേയ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം. ഭീം UPI ഉണ്ട്, UPI ഉണ്ട്, ഫോൺ പേ, ഗൂഗിൾ പേ, ഇങ്ങനെ ഇഷ്ടം പോലത്തെ മെക്കാനിസംസ് കൊണ്ടുവന്നത് കാരണം അതും വളരെ എളുപ്പമായെന്നുള്ളതാണ്. അതാണ് ഈ ഒരു വെബ്ചർ സബ്മിറ്റിൽ മെയിൻ ഡിസ്കഷന് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ നിങ്ങൾക്ക് ആ എഡിറ്റോറിയൽ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ പറയുന്നുണ്ട്, ഗവൺമെൻറ് പറയുന്ന കാര്യമാണ്, ഈ വർഷം അല്ലാതെ COVID-19 വന്നിട്ട് പോലും നമുക്ക് 13% FDIയിൽ ഇൻക്രീസ് വന്നെന്ന് പറഞ്ഞു.
അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 13% ഈ 5 മാസത്തിൽ കൂടി ഈ വർഷത്തെ 2020 ഫൈനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ 5 മാസത്തിൽ തന്നെ 13% FDI കൂടിയെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അതിലൊരു കാര്യം ഈ എഡിറ്റോറിയലിൽ പറയുന്നൊരു കാര്യം, ആർട്ടിക്കിൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ 4/4 ഒരു സിംഗിൾ ടെലകോം കമ്പനി. ഓക്കെ, ഈ 13% അല്ലെങ്കിൽ ഈ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ 3/4 ഒരു സിംഗിൾ ടെലകോം കമ്പനിയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ടെലകോം കമ്പനി എന്ന് പറഞ്ഞാൽ എയർടെൽ, വോഡഫോൺ, ഐഡിയ അതുപോലത്തെ ടെലകോം കമ്പനിയിലെ ഒരു ടെലകോം കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയ ജോബ്സ് വലുതായിട്ട് അവിടെ ക്രിയേഷൻ നടക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ടെലകോം കമ്പനി എന്തിനാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്? ഈ ടെലകോം കമ്പനി എന്ന് പറഞ്ഞാൽ വോഡഫോണാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വോഡഫോണാണ് ആ കമ്പനി അവർ ഉദ്ദേശിക്കുന്നത്. വോഡഫോണാണ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. എങ്ങനെയാണ് വോഡഫോൺ മാത്രം ഈ കമ്പനി മാത്രം ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കാരണം എന്താണ് എന്ന് പറയാം. വോഡഫോൺ എന്ന് പറഞ്ഞാൽ UK ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കിയിരിക്കുക, UK ബേസ്ഡ് കമ്പനി. അപ്പോൾ ആ ഒരു പ്രോബ്ലം എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അത് ടെലകോം സെക്ടറിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് അതൊന്ന് ഞാൻ പറഞ്ഞു തരാം. ആ പ്രശ്നം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇത് വരുന്നത് ജനറൽ സ്റ്റഡീസ് 3 ടെലകോം സെക്ടറിൽ തന്നെയാണ് വരുന്നത്. ടെലകോം അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഗവൺമെൻറ് പോലത്തെ ഇതത്തെ ഫോൺ കമ്പനീസൊക്കെ അവരും ഗവൺമെൻറ്റായിട്ടുള്ള ബന്ധം ഞാൻ ആദ്യം പറഞ്ഞത്. 1999 ആയപ്പോൾ ഒരു റവന്യൂ ഷെയറിംഗ് മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലാണ് 1999 ആയപ്പോൾ. അതായത് ഇപ്പോൾ ഫോൺ കമ്പനീസിലേക്ക് കിട്ടുന്ന ഒരു പൈസയുടെ വിഹിതം ഗവൺമെൻറ്റിന് കൊടുക്കും, ബാക്കി കമ്പനീസ് എടുക്കും. ഓക്കെ, ആ വിഹിതത്തിന് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ അല്ലെങ്കിൽ AGR എന്ന് പറയും. അപ്പോൾ ആ റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കിട്ടുന്നതിന് 15% ഗവൺമെൻറ്റിന് പോകുമായിരുന്നു ആദ്യം. പിന്നീട് മാറി 2013 ആയപ്പോൾ അത് 8% കുറഞ്ഞു. അത്രയും ഗവൺമെൻറ്റിന് കൊടുക്കും, ബാക്കി കമ്പനീസ് എടുക്കും. ഓക്കെ, ഇങ്ങനെ ഗവൺമെൻറ്റിന് അവരുടെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ശതമാനം ഷെയർ ചെയ്തിരുന്നു. പക്ഷേ പിന്നെ ടെലകോം കമ്പനികൾക്ക് 2 ടൈപ്പിലാണ് പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. 2 ടൈപ്പ് റവന്യൂ കിട്ടും. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ഡയറക്റ്റ് നമ്മൾ ഫോൺ വിളിക്കുമ്പോഴുള്ള പൈസ, അങ്ങനെയുള്ള പൈസ, ഇൻ്റർനെറ്റിൻ്റെ പൈസ, അങ്ങനെയൊക്കെയുള്ള പൈസ. ഇൻഡയറക്റ്റായിട്ട് അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പം കിട്ടുന്ന പൈസ, അല്ലാതെ ബാക്കിയുള്ള രീതിയിലൊക്കെ ഇൻഡയറക്റ്റായിട്ട് കുറേ റവന്യൂസ് അവർക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ 2 ടൈപ്പ് റവന്യൂസ് കിട്ടുമായിരുന്നു. പക്ഷേ ടെലകോം കമ്പനീസൊക്കെ ഭയങ്കര എതിർപ്പായി ആദ്യം ഗവൺമെൻറ്റുമായിട്ട്. കാരണം അവർ അവർ കോർ സെക്ടറിൻ്റെ പ്രോഫിറ്റിൻ്റെ 8% തരത്തുള്ളൂ. ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്ന റവന്യൂ കംപ്ലീറ്റ് അവർ തന്നെ എടുക്കുമെന്ന് ഭയങ്കര പ്രശ്നമായി. അത് കോടതിയിൽ പോയി ആ പ്രശ്നം. ഓക്കെ, ആ കോടതിയിൽ പോയി 2015 ആയപ്പോൾ ഭയങ്കര പ്രശ്നമായി. കോടതിയിൽ പോയി സുപ്രീം കോടതി വരെ എത്തിയത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിങ്ങനെ പോയി നമുക്കറിയാമല്ലോ, ഒരു കോടതിയിൽ വിധി വരുമ്പോൾ വർഷങ്ങളിങ്ങനെ എടുക്കും. അങ്ങനെ 2019 വിധി വരുന്നത്. 2019 വിധി വന്നു. ടെലകോം കമ്പനീസ് 2 നിന്നും, അതായത് കോർ സെക്ടറിലുള്ള പൈസയും ഇൻഡയറക്റ്റ് സെക്ടറിലെ പൈസ രണ്ടും ഗവൺമെൻറ്റിന് അടച്ചേ പറ്റൂ എന്നൊരു വിധി വന്നു. അപ്പോൾ 2 നിന്നും അവർ പൈസ അടയ്ക്കണം. അപ്പോഴാണ് അതും 1999 മുതലുള്ള എല്ലാ പൈസ അടയ്ക്കണം. അപ്പോൾ ഇഷ്ടംപോലെ പൈസ വരും. അതുപോലെ ഇൻട്രസ്റ്റ് വരും, അതിൻ്റെ പലിശ വരും, പലിശ വരും. അങ്ങനെ വലിയൊരു എമൗണ്ട് വന്നു. വോഡഫോണിന് മാത്രം ഏകദേശം 1.4 ലക്ഷം കോടി കടം അങ്ങനെ വന്നു. എയർടെലിന് 1.2 ലക്ഷം രൂപ. 1999 തൊട്ടേ ഉള്ള കടമാണ്. ഓക്കെ, പക്ഷേ ജിയോയ്ക്കൊക്കെ അത് വളരെ കുറവായിരുന്നു. കാരണം ജിയോ ഇപ്പോഴായിട്ട് 2014-15 കഴിഞ്ഞപ്പോൾ ഈ അടുത്തിടെ വന്ന കമ്പനീസ് അല്ലേ. അപ്പോൾ അടുത്തിടെ വന്ന കമ്പനീസ് ആയതുകൊണ്ട് തന്നെ ഒരു 5 വർഷത്തിൻ്റെ ആ ഒരു പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ചെറിയ കടമാണ്. അതുകൊണ്ട് തന്നെ അവർ എളുപ്പം അത് അടച്ച് തീക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ടെലകോം കമ്പനിയിലെ പ്രശ്നം. ഇത്ര നോക്കിയാൽ മതി. ബാക്കി വേറൊരു ന്യൂസുമായിട്ട് റിലേറ്റഡ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയിരുന്നാൽ മതി ആ ന്യൂസ് ആർട്ടിക്കിൾസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും രൂപ കടം വന്ന് വോഡഫോൺ. അപ്പോൾ ഈ ഒരു കടം അടയ്ക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ വോഡഫോൺ നടത്തിയത്. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് എക്സിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു വോഡഫോൺ ഒരു UK ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ വോഡഫോൺ ഇന്ത്യൻ മാർക്കറ്റ് വെളിയിൽ പോവേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു പൈസ ഗവൺമെൻറ്റിന് വന്നത്. അതാണ് ഈ ഗവൺമെൻറ് പറഞ്ഞ 13% ഇൻക്രീസിൻ്റെ 3/4% ഒന്നും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ആ ഒരു ന്യൂസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ആ ഒരു ആസ്പെക്റ്റും കൂടെ അതിൽ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. താഴെ ഇതിൽ പറയുന്നുണ്ട് വോഡഫോണിൻ്റെ കാര്യം, ടാക്സ് ക്ലെയിം അഗൈൻസ്റ്റ് വോഡഫോണിൻ്റെ. ഓക്കെ, അത് തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയൊന്ന് ആ ന്യൂസിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത താഴോട്ട് പോകുമ്പോൾ COVID-19, ക്ലൈമറ്റ്, കാർബൺ ന്യൂട്രാലിറ്റി, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ആസ്പെക്ട്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ
ജനറൽ സ്റ്റഡീസ് 3ൽ ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷൻ അതിലൊക്കെയാണ് ഇതിന് വരുന്നത്. ഓക്കെ, നമുക്കറിയാം COVID-19 ഒരു ഹെൽത്ത് എമർജൻസിയാണ്. നമുക്കറിയാം അത് ഹെൽത്ത് ഭയങ്കര ഇഷ്ടംപോലെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അത് നമ്മളെ ലൈഫ് സ്റ്റൈലിനെ തന്നെ മാറ്റി വരച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രീതിയെ തന്നെ മാറ്റി വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊക്കെ എല്ലാം അറിയാം. അതുപോലെ തന്നെ ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ മാറ്റങ്ങളാണ് കാരണം. അതായത് ഹ്യൂമൻ ആൻഡ് എൻവിറോൺമെൻറ്റിൽ കാണിച്ച മാറ്റമാണ് COVID-19 വരാൻ കാരണം എന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ ഒരു എക്സാമ്പിളിൽ പറഞ്ഞുതരാം. സപ്പോസ് ഇവിടെ ഇതൊരു കാടാണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, ഇത് ഫുള്ള് കാടാണ്, മരങ്ങളാണ്. ഓക്കെ, അപ്പോഴും നമുക്കറിയാം നമ്മൾ കുറേ സ്പീഷീസിനെ നമ്മുടെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിനൊന്നും കൂടുതലായിട്ട് നമുക്കറിയത്തില്ല. നമ്മൾ ഇഷ്ടംപോലെ മൈക്രോബ്സിനെ കുറിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ഏകദേശം 7.8 ബില്യൺ സ്പീഷീസാണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്പീഷീസ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇത് വെറും 30% ടോട്ടൽ സ്പീഷീസിൻ്റെ. ഇനി 70% നമ്മൾ ഇനി ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടെന്നുള്ളൊരു സത്യാവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഇഷ്ടംപോലെ സ്പീഷീസ് ഇപ്പോഴും എർത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും സപ്പോസ് ഒരു കാടായിട്ട് നമ്മൾ വച്ചിരിക്കുന്നൊരു സ്ഥലം, അവിടെ നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തുകയാണ്. അവിടെ നമ്മൾ അവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് ഓരോ ആവശ്യത്തിന് എടുക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ആ കാടിൻ്റെ അകത്തോട്ടുള്ള ഓരോ സ്പീഷീസും ചിലപ്പോൾ നമുക്ക് അറിയാമെന്നുള്ളത് കാണും, അറിഞ്ഞുകൂടാത്ത ഇഷ്ടംപോലെ സ്പീഷീസ് മൈക്രോബ്സ് ഒക്കെ കാണും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഡീഫോറസ്റ്റേഷൻ നടത്തി മരമെല്ലാം വെട്ടി മുറിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മൈക്രോബുമായിട്ട് നമ്മൾ എക്സ്പോഷർ വരും. ഓക്കെ, അതിപ്പോൾ മൃഗങ്ങളായാലും അങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ പന്നികൾ, ഇപ്പോൾ ബേസിക്കലി അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ COVID-19 വരാൻ കാരണം ഇവിടെ നിന്ന് വുഹാനിലുള്ള ഇറച്ചി കടയിൽ നിന്നാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ അവരിഷ്ടം പോലെ പന്നികളെ അവിടെ നിന്നൊക്കെ എടുക്കുമ്പം ഇതൊക്കെ കറക്റ്റ് ഒരു ലെജിറ്റിമേറ്റ് സോഴ്സിലാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരിക്കലും എക്സ്പോഷർ കിട്ടാത്ത ഒരു കാട്ടിൽ നിന്നൊക്കെയുള്ള പന്നികൾ അങ്ങനെയുള്ള വൈൽഡ് വെറൈറ്റീസൊക്കെ കൊണ്ടുവന്ന് നമുക്കതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. അപ്പോൾ അതുമായിട്ട് നമ്മളോട്ട് എക്സ്പോഷർ വരുമ്പോൾ നമുക്ക് കിട്ടാത്ത ജേംസ് നമ്മളെ ബോഡിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആ ബോഡിക്ക് അതിന് ഇമ്മ്യൂണിറ്റി ഇല്ല. ആസ് എ റിസൾട്ടാണ് COVID-19 പോലത്തെ ഒരു രോഗം വരാനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു രോഗം വരാൻ മെയിൻ കാരണം. അതുകൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതും. ഓക്കെ, നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെയാണ് ആയിരിക്കണമല്ലോ നമ്മൾ ഇത്രയും വർഷമായിട്ട് നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത. അതുകൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതും വളരെ ഒരു അത്യാവശ്യ കാര്യമെന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അതിന് 3 E's അല്ലെങ്കിൽ 3 Eയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്: എവല്യൂഷൻ, എക്കോളജി, എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് മൂന്നിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഓരോ മൃഗങ്ങളെ എവല്യൂഷനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക, അതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതിൻ്റെ പോസിറ്റീവ്സ് മനസ്സിലാക്കിയിരിക്കുക. ക്ലൈമറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക, എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻ ഹാസ് എ ഡയറക്റ്റ് എഫക്റ്റ് ഓൺ പബ്ലിക് ഹെൽത്ത്. നമുക്കറിയാം എയർ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാലും ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. സൗണ്ട് പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് അവസാനം വരുന്ന ഹെൽത്തിലാണ്. അതുകൊണ്ട് തന്നെ പൊല്യൂഷന് ഒരു ഹെൽത്തിൽ ഡയറക്റ്റ് ഒരു എഫക്റ്റ് ഉള്ളതാണ്. നമ്മുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രോ നൗ പേ ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്തൊക്കെ ഡെവലപ്മെൻറ്റ് നടത്താൻ പറ്റുമോ, എന്തൊക്കെ ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ, എന്തൊക്കെ മരമൊക്കെ മുറിച്ചാലും നമുക്ക് ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരണം, എന്തൊക്കെ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചാലും നമുക്ക് ഫാമിംഗ് നടത്തണം ഇപ്പോഴത്തെ ഒരു ഈൽഡിന് വേണ്ടി. പക്ഷേ ഫ്യൂച്ചറിൽ അത് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾക്ക് വരും. അതായത് അത് അൺസസ്റ്റൈനബിൾ ആണെന്ന് പറയാം. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷനും കൂടെ വച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴാണ് സസ്റ്റൈനബിൾ. ഇത് അൺസസ്റ്റൈനബിൾ ആണ്. കാരണം നമ്മൾ ഫ്യൂച്ചറിനെ പ്രിസർവ് ചെയ്യണില്ല. ഇപ്പോഴും നമുക്ക് പ്രോഫിറ്റ് കിട്ടി, അത് ഇപ്പം പിന്നീട് പറഞ്ഞ പ്രശ്നങ്ങൾ നമ്മൾ കണക്കിലെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പ്രിസർവ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സസ്റ്റൈനബിൾ മെത്തേഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ എടുത്ത് പറയുന്നുണ്ട്. ഇനി അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്: അസസ്മെൻറ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓവർ ഇന്ത്യൻ ഓഷൻ റീജിയൻ. ഞാൻ എടുത്ത് തന്നെ കാണിച്ചു തരാം. അത് അദ്ദേഹം ജസ്റ്റ് ഒരു സെൻറ്റൻസ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ പറഞ്ഞുതരാം. ഒരു റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്: അസസ്മെൻറ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓവർ ഇന്ത്യൻ റീജിയൻ എന്ന്. ഓക്കെ, ഇത്രേ അതിൽ പറഞ്ഞു വെക്കുന്നുള്ളൂ. ഇതൊരു ഇമ്പോർട്ടൻ്റ് റിപ്പോർട്ടാണെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഈ ഒരു റിപ്പോർട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻസ് ആൻസറിൽ നന്നായിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ഇന്ത്യൻ മിനിസ്ട്രിയുടെ റിപ്പോർട്ടാണ്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ റിപ്പോർട്ടാണ്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് റിപ്പോർട്ടാണ്. ഗവൺമെൻറ് റിപ്പോർട്ട് നമുക്ക് ആൻസേഴ്സിൽ എപ്പോഴും ഒരു വെയിറ്റേജ് തരുന്ന ഒരു പോയിൻ്റാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഗവൺമെൻറ് റിപ്പോർട്ടിന് നമുക്ക് നന്നായിട്ട് നോക്കാം എന്താണ് ഇത്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് വന്ന ഇന്ത്യയിൽ വന്ന ആദ്യത്തെ റിപ്പോർട്ട്, ഇന്ത്യയെക്കുറിച്ച് ഗ്ലോബൽ വാർമിങ്ങിൽ വന്ന ആദ്യത്തെ റിപ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ 2020 വന്നു. അതുകൊണ്ട് തന്നെ നമുക്കതിൽ നോക്കാം. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻ ദ വേസ്റ്റ് കേസ്, ഏറ്റവും വേസ്റ്റ് കേസായിട്ട് നോക്കുകയാണെങ്കിൽ 100 വർഷം കൊണ്ട് 4.4 ഡിഗ്രി സെൽഷ്യസ് 100 വർഷം കൊണ്ട് ഇൻക്രീസ് ചെയ്യാം ആവറേജ് ടെമ്പറേച്ചർ. ഓക്കെ,
സാധാരണ നമ്മൾ പറയുന്ന ആവറേജ് ടെമ്പറേച്ചറിൽ നിന്ന് 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1.5 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓരോ വർഷം ഗ്ലോബൽ വാർമിംഗ് കാരണം. നമുക്ക് എന്താണെന്ന് അറിയാം ഗ്ലോബൽ വാർമിംഗ്, അതായത് കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസസ് നമ്മുടെ എർത്തിൽ വന്നിട്ട് എർത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന സമയത്ത് സൂര്യപ്രകാശം വന്ന് എർത്തിൽ കൊണ്ട് തിരിച്ചതിന് പോകാൻ പറ്റില്ല. കാരണം ഈ തങ്ങി നിൽക്കുന്ന ഈ കാർബൺ ഡയോക്സൈഡ് പോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ത് ചെയ്യുക, അതിനെ തടഞ്ഞു വെച്ച് നമ്മുടെ എർത്തിൻ്റെ ഒരു ടെമ്പറേച്ചർ കൂട്ടുന്നതിനാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്ന ആ പ്രോസസ്സ് ഏകദേശം 1 ഡിഗ്രി തൊട്ട് 1.5 ഡിഗ്രി വരെയാണ് ഇപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. 1 ഡിഗ്രി തൊട്ട് 1.5 വരെ ഏകദേശം ഏതിൻ്റെ ഒരു 1976 2005 കണക്കനുസരിച്ച്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്കിൽ. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താണ്, 4.4% വരെ വരാം. ഇൻ ദ വേഴ്സ്റ്റ് കേസ് എന്ന്, അതായത് ഭയങ്കരമായിട്ട് പൊല്യൂഷനൊക്കെ കൂടി അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ അത് വരാം. അത് കാൽക്കുലേറ്റ് ചെയ്യണം റെപ്രസെൻറ്റേറ്റീവ് കോൺസെൻട്രേഷൻ പാത്വേ എന്ന് പറയും. ഓക്കെ, ഞാൻ ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അസസ്മെൻറ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓവർ ഇന്ത്യൻ റീജിയൻ, അതിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് ഈ ഒരു 4.4 എന്ന് പറഞ്ഞാൽ ഇത് നടത്തിയ കാൽക്കുലേഷൻ തോന്നുന്നു റിപ്രസെൻറ്റേറ്റീവ് കോൺസെൻട്രേഷൻ പാത്വേ. അത് 8.5 ആണെന്നാണ് പറയുന്നത്, വാട്ട് പെർ സ്ക്വയർ മീറ്റർ. ഒരു സ്ക്വയർ മീറ്ററിൽ 8.5 വാട്ട് കണക്കെടുത്താണ്. വാട്ട് എന്ന് പറയുമ്പോൾ പവറിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്കിൽ വെച്ചിട്ടാണ് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് കോൺസെൻട്രേഷൻ പാത്വേ എന്ന് പറയും. എന്നാൽ അത് റേഡിയോ ആക്റ്റീവ് ഫോഴ്സിങ് വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് സപ്പോസ് എർത്തിൽ വരുന്ന റേഡിയേഷൻസിൻ്റെ അളവും കാൽക്കുലേറ്റ് ചെയ്യും, അതിലെത്ര റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു, എത്ര തിരിച്ച് മുകളിലോട്ട് സൂര്യനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് റേഡിയോ ആക്റ്റീവ് ഫോഴ്സിങ് വരെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കുറവായിരിക്കും. പിടിച്ചു നിർത്തുമ്പോഴാണ് ഇവിടെ എർത്തിൽ തന്നെ നിന്ന് ചൂട് കൂടാനുള്ള ചാൻസ് കൂടുന്നത്. അങ്ങനെയുള്ള അളവാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ഫോഴ്സിങ്. അതുവഴി കാൽക്കുലേറ്റ് ചെയ്യുമ്പം റെപ്രസെൻറ്റേറ്റീവ് കോൺസെൻട്രേഷൻ പാത്വേയുടെ അളവ് 8.5 വന്ന ഒരു സ്ക്വയർ മീറ്ററിൻ്റെ അകത്ത് 8.5 വന്ന ആ ഒരു അളവ് വരെയാണെങ്കിൽ 4.4 ഡിഗ്രി കൂടും. ഈ റെപ്രസെൻറ്റേറ്റീവ് പാത്വേ 4.5 വരുന്നതെങ്കിൽ അത് ഇൻ്റർമീഡിയറ്റ് ആണ്, വലിയ കുഴപ്പം വരില്ല. 2.4 ഡിഗ്രി നേരത്തെ ഞാൻ പറഞ്ഞ 1 to 1.5 ഡിഗ്രിക്കാലും എന്നാലും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ വരാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 1 to 1.5 എന്നുള്ള ഗ്ലോബലിയുള്ള കണക്കാണ്, ലോകം ഫുള്ളുള്ള കണക്കാണ്. മറ്റേന്ന് പറഞ്ഞാൽ 1.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഫുള്ള് കണക്കാണ്. ഇത് പറഞ്ഞാൽ ഇന്ത്യ കണക്കാണ്, ഇന്ത്യയിൽ വരാൻ ഉള്ള മാറ്റമാണ് പറഞ്ഞത്, ഇന്ത്യ മാത്രം. അങ്ങനെ വന്ന് തന്നെ ഏകദേശം 2100 ആയി കഴിയുമ്പോൾ നമ്പർ ഓഫ് വാം ഡേയ്സ് ആൻഡ് നൈറ്റ്സ് കൂടും. എന്ന് പറഞ്ഞാൽ ചൂടുള്ള ദിവസങ്ങളും ചൂടുള്ള രാത്രികളുടെ എണ്ണം കൂടും, ഫ്രീക്വൻസി കൂടും. ഏകദേശം 55% തൊട്ട് 70% വരെ ചൂടുള്ള രാത്രികളും രാവിലെകളും കൂടും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഇന്ത്യയിലുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ ഒരു നാഷണൽ ഫോർകാസ്റ്റ് റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ആ ഒരു റിപ്പോർട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അത്രയാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ ഈ ഒരു എഡിറ്റോറിയൽ പറയുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കാർബൺ ന്യൂട്രാലിറ്റി എന്താണെന്നാണ് കാർബൺ ന്യൂട്രാലിറ്റി എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഒരു രാജ്യത്ത് നിന്ന് കാർബൺ കണ്ടന്റ് എമിറ്റ് ചെയ്യുന്നത്, കാർബൺ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ് കേട്ടോ. അതിനും ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങൾ കാർബൺ കൂടിയാണ് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് അതേപോലത്തെ മറ്റ് ഗ്യാസസ് ഒക്കെ വന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസ് വരാനും ഗ്ലോബൽ വാർമിംഗ് കൂട്ടാനും അത് കാരണമാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് അല്ലെങ്കിൽ അത് പുറത്തു വിടുന്നത് കുറയ്ക്കാനും അതിനെ അബ്സോർബ് ചെയ്യാനും അതിനെ റിമൂവ് ചെയ്യാനും, ഒന്നേ അബ്സോർബ് ചെയ്ത് വയ്ക്കുക കാർബൺ, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ വച്ച് കാർബണിൻ്റെ അളവ് കുറയ്ക്കുന്ന ഒരു കാര്യം, അതിനെ ബാലൻസ് ചെയ്യുന്നത്. അതായത് വെളിയിവിടുന്ന് എത്ര എമൗണ്ട് ആണോ കാർബണ് അത്ര തന്നെ അബ്സോർബ് ചെയ്യുമ്പോൾ ഒരു ബാലൻസ് വരും, ഈ അബ്സോർബ് ചെയ്യുന്ന റേറ്റും വെളിയിലോട്ട് വിടുന്ന റേറ്റും. അപ്പോഴാണ് കാർബൺ ന്യൂട്രാലിറ്റി നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ അബ്സോർപ്ഷൻ എങ്ങനെ നടത്താമെന്ന് പറഞ്ഞാൽ കാർബൺ സിങ്ക് വഴി നമുക്ക് അബ്സോർബ് ചെയ്യാം. കാർബൺ സിങ്ക് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ ഇഷ്ടംപോലെ മരങ്ങൾ പിടിപ്പിക്കുമ്പോൾ മരം എന്ത് ചെയ്യും, കാർബൺ ഡയോക്സൈഡിനെല്ലാം അബ്സോർബ് ചെയ്യും, ഓക്സിജൻ വെളിയിലോട്ട് വിടും. അങ്ങനെ കാർബണിനെ അബ്സോർബ് ചെയ്യാം. കാർബണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെക്നോളജികൾ ഉപയോഗിക്കണം. കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ്, കാർബണിനെ സ്റ്റോർ ചെയ്ത് ക്യാപ്ചർ ചെയ്ത് വയ്ക്കാനുള്ള സംവിധാനങ്ങൾ പുതിയ ടെക്നോളജീസ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാർബൺ റിമൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യാം എന്ന് പറയുന്നത്. ഇതുവരെ ഈ ഒരു കാലയളവ് വരെ കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്ത 2 രാജ്യങ്ങളേ ഉള്ളൂ, ഭൂട്ടാനും സുറിനെയും. ഭൂട്ടാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. സുറിനെയിം എന്ന് പറഞ്ഞ രാജ്യം സൗത്ത് അമേരിക്കയിലുള്ള രാജ്യമാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സുറിനെയിം ഇവിടെയാണ് കണ്ടോ, സൗത്ത് അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ് സുറിനെയിം എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, അതിൻ്റെ സിഗ്നിഫിക്കൻസ്. സൗത്ത് അമേരിക്കൻ റീജിയനിലാണ് ഇത് വരുന്നത്.
അവിടെയാണ് സുറിനെയിം എന്ന് പറഞ്ഞ രാജ്യം. ഈ 2 രാജ്യങ്ങൾ മാത്രമേ കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, കാലിഫോർണിയ, അതായത് US ഒരു സ്റ്റേറ്റായ കാലിഫോർണിയ 2045 കൂടി അച്ചീവ് ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ 2050 കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ചൈന പോലും, അതായത് ബിസിനസ് മേഖലയിൽ ഇത്ര ഉയർന്നിരിക്കുന്ന ചൈന പോലും കാർബൺ ന്യൂട്രാലിറ്റി 2060 അച്ചീവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കാർബണിൻ്റെ അളവിനെല്ലാം പിടിച്ചു വയ്ക്കുകയും വേണം, എമിഷൻസ് കുറയ്ക്കുകയും വേണം, എന്നാലേ കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോഴിഷ്ടം പോലെ ബിസിനസ്സിനെ അത് ബാധിക്കും. എന്നിട്ട് പോലുമാണ് ഇത്രയും രാജ്യങ്ങൾ വന്നത്. അതുകൊണ്ട് ഇന്ത്യയും അതുപോലൊരു സ്റ്റെപ്പ് എടുക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ COVID-19 കഴിഞ്ഞുള്ള സമയത്ത് എന്താണ് GDP, നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലെ GDPയിൽ നമുക്ക് ഗ്രീൻ ആക്കണം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഫ്രേസ് പോലെ പറഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഇഷ്ടംപോലെ ഗ്രീൻ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ എക്കണോമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും എക്കണോമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പൊല്യൂഷൻ കുറച്ചുകൊണ്ടുപോയി അങ്ങനെ ഒരു രീതിയിൽ ഡെവലപ്മെൻറ്റ് നടത്താനും, ഡെവലപ്മെൻറ്റ് വിത്ത് സസ്റ്റൈനബിലിറ്റി എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഫ്യൂച്ചറിന് വേണ്ടി കൺസർവ് ചെയ്തുകൊണ്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് നടത്തുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് നടത്താൻ വേണ്ടിയാണ് ഇതിൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഈ ആർട്ടിക്കിൾ ഫുള്ള് പറയുന്നത്. അത്രയൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത് ഇന്ത്യ മാൽദീവ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അടുത്ത ആർട്ടിക്കിൾ പറയുന്നത്. ഇത് വരുന്നതെന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഈ ആർട്ടിക്കിളാണ് ഇന്ത്യ മാൽദീവ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഞാൻ മാപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതടക്കം ശ്രീലങ്കയിൽ ഇവിടെ ഉണ്ടാവും മാലയെന്ന് പറഞ്ഞിട്ട്, അതാണ് മാൽദീവ്സ്. ഓക്കെ, കുറച്ചുകൂടെ നല്ല ഫിഗർ. ഓക്കെ, ഇത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. മാൽദീവ്സ് ഇതടക്കം. ഓക്കെ, ഇതാണ് മാൽദീവ്സ് എന്ന് പറഞ്ഞ റീജിയൻ. ഇതും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ഉണ്ട്, നെയ്ബറാണ്, ഇന്ത്യയിലെ നെയ്ബറും കൂടെയാണ്. വാട്ടർ നെയ്ബർ എന്ന് പറയാം. അതായത് ലാൻഡ് കണക്ടിവിറ്റി എല്ലാവർക്കുള്ള, ലാൻഡ് ബോർഡറിലുള്ള വാട്ടർ ബോർഡർ കണക്ട് ചെയ്യുന്ന 2 രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാൽദീവ്സ്. ഓക്കെ, അപ്പോഴങ്ങനെ നമുക്ക് പറയാം. അടുത്തെന്ന് പറയുന്നത് എന്താണ്, ഇതിലെന്തൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പറയുന്നത്, മെയിനായിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്രീഫായിട്ടൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് ടു ഇൻ്റർനാഷണൽ റിലേഷൻസിലാണ്. ഇവർ ഇന്ത്യയും മാൽദീവ്സും നൂറ്റാണ്ടുകളായിട്ട് സുഹൃത്തുക്കളാണ്. 1988 നമുക്ക് ഓപ്പറേഷൻ കാറ്റ്കസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വഴി മാൽദീവ്സിനെ മിലിറ്ററിയിൽ അന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, മിലിറ്ററിക്കാരന്മാർ മാൽദീവ്സ് ഗവൺമെൻറ്റിനെ പിടിച്ചടക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇഷ്ടംപോലെ പട്ടാളക്കാരെ വിട്ട് അവിടെ നിന്ന് മാൽദീവിയൻ ഗവൺമെൻറ് രക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ കാറ്റ്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻ വരെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഇന്ത്യ മാൽദീവ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ 2004 സുനാമി വന്ന സമയത്ത് ഇന്ത്യ ഇഷ്ടംപോലെ സഹായം അവർക്ക് ചെയ്തിട്ടുണ്ട്. 2014 മാൽദീവ്സിൽ ഡ്രിങ്കിങ് വാട്ടർ ക്രൈസിസ് എന്ന് പറഞ്ഞ പ്രോബ്ലം വന്നു, വെള്ളം കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ ആ ഒരു സമയത്തും ഇന്ത്യ മാൽദീവ്സിനെ സഹായിച്ചിട്ടുണ്ട്. COVID-19 വന്ന സമയത്തും ഇന്ത്യ മാൽദീവ്സിന് വേണ്ടി ഏകദേശം $250 മില്യൺ ഒരു ഹെൽപ്പ് പെട്ടെന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മാൽദീവ്സും കൂടെ ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. വളരെ വളരെ വലിയൊരു പ്രോജക്റ്റാണ് ബ്രിഡ്ജ്, ഗ്രേറ്റർ മാല കണക്ടിവിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് ഇന്ത്യയും മാൽദീവ്സോട് ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ കാർഗോ ഫെറി സർവീസ് നടക്കുന്നുണ്ട്, അതായത് ബോട്ട് സർവീസ് ഇന്ത്യയും പിന്നെ മാൽദീവ്സായിട്ട് നടക്കുന്നുണ്ട്. എയർ ബബിൾ, അതായത് വിസ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാം, വിസയുടെ ആവശ്യമില്ല, ഇന്ത്യയിൽ നിന്ന് മാൽദീവ്സിൽ പോകാനും മാൽദീവ്സിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരാനും. അങ്ങനെ ഒരു എയർ ബബിൾ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ നെയ്ബർഹുഡ് ഫസ്റ്റാണ്. അതായത് നെയ്ബർഹുഡിന് നല്ല പ്രിഫറൻസ് കൊടുത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസി അത് സഹായിച്ചിട്ടുണ്ട് അവരുടെ റിലേഷൻസ് കൂട്ടാൻ. അതുപോലെ തന്നെ മാൽദീവ്സിൻ്റെ ഇന്ത്യ ഫസ്റ്റ് പോളിസിയാണ് മാൽദീവ്സിൻ്റെ പോളിസി. ഈ പോളിസി മാൽദീവ്സും ഇന്ത്യയായിട്ടുള്ള റിലേഷൻസ് കൂടാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ 2017 മുമ്പ് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, അവിടെ അപ്പോഴുണ്ടായിരുന്ന പ്രസിഡൻറ്റിന് അതിനെ കുറച്ചുകൂടെ പറഞ്ഞുതരാം. ചൈനയുമായിട്ട് കുറച്ച് റിലേഷൻസ് ഉണ്ടായിരുന്നു 2017 മുൻപ്. ഓക്കെ, ഇപ്പോഴത്തെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ. അതായത് ആ പ്രസിഡൻറ്റ് ആരെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വാട്ടർ ക്രൈസിസിൻ്റെ സമയത്ത് അബ്ദുള്ള യമീൻ ആയിരുന്നു. അതായത് 2014 സമയത്ത് അബ്ദുള്ള യമീൻ ആയിരുന്നു അവിടുത്തെ പ്രസിഡൻറ്റ്. പിന്നീട് അത് മാറി. അദ്ദേഹം പിന്നെ കുറച്ച് സമരങ്ങൾ നടത്തി. അദ്ദേഹത്തിനെന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് ചായയുള്ളൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, അദ്ദേഹം പിന്നെ മാറിയ സമയത്ത് പിന്നെ മാറിയൊക്കെ വന്നു. പിന്നെ നമുക്ക് ഇന്ത്യയായിട്ട് റിലേഷൻസ് മാൽദീവ്സിന് കൂടി. എന്നാലും അദ്ദേഹം ഇപ്പം ജയിലിൽ കിടക്കണം ഒരു മണി ലോണ്ടറിങ് കേസിൽ. അപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള സഹായമൊന്നും വേണ്ട, നമുക്ക് ചൈനീസ് ഹെൽപ്പാണ് കൂടുതലായിട്ട് വേണ്ടത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്.
യമീൻ്റെ സപ്പോർട്ടേഴ്സും. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്, അതായത് സൊലിഹ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യ ടുവേർഡ്സ് ആണ് നിൽക്കുന്നത്, ചൈനീസിനല്ല. ഇന്ത്യക്കാരുടെ റിലേഷൻസ് കൂട്ടാനാണ് കൂടുതൽ നോക്കുന്നത്. അത്രയൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ അത് റിലേഷൻസ് കൂടാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറെയുള്ള പൊളിറ്റിക്കലായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക രാത്രി. ഓക്കെ, ഇപ്പോഴേ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ കറക്റ്റായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.